നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പലപ്പോഴും വിനോദസഞ്ചാരങ്ങൾ വലിയൊരു ദുരന്ത വാർത്തയായി മാറാറുണ്ട്. എല്ലാ വിനോദസഞ്ചാരത്തിൽ നമ്മൾ ഇറങ്ങുമ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിക്കും, സന്തോഷകരമായി പോയി തിരിച്ചു വരാൻ നമുക്ക് കഴിയണേ എന്നുള്ളത്. എന്നാൽ വിളിച്ചു വരുത്തുന്ന പല ദുരിതങ്ങളിലും പെട്ടുപോയ പല ജീവനുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഏറ്റവും ഒടുവിൽ വിതുരയിൽ ഹാപ്പി ലാൻഡിൽ അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബാംഗങ്ങളുമായി ഒത്തുപോയിരുന്ന 4ാം ക്ലാസ്സുകാരൻ മരണപ്പെട്ട വാർത്ത വന്നു കഴിഞ്ഞതിന് പിന്നാലെ ഇപ്പോഴിതാ 40 അംഗ സംഘവുമായി അതിൽ അമ്മയും അച്ഛനും അടക്കമുള്ള കുടുംബാംഗങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിരുന്ന കുട്ടി പരീക്ഷയെല്ലാം കഴിഞ്ഞ് അവധി ആഘോഷിക്കാനായി പോവുകയും കഴിഞ്ഞ 4 ദിവസമായി കുട്ടിയെ കാണാനില്ലായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കുട്ടിയുടെ മൃതശരീരം കണ്ടുകിട്ടുന്ന കാഴ്ച. ആ കാഴ്ച കണ്ട് സ്വന്തം അമ്മ സ്വന്തം മകളെ ഈ ഒരു നിലയിൽ കാണുമെന്ന് ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ 4 ദിവസം വനത്തിനുള്ളിൽ പെട്ടുപോയ യുവതിയെ വളരെ സാഹസികമായി രക്ഷപ്പെടുത്തുകയും വളരെ സാഹസികമായി ആ യുവതി തിരിച്ചു വരികയും ഒക്കെ ചെയ്ത വാർത്ത ഉള്ളതുകൊണ്ട് തന്നെ ഈ അമ്മയും പ്രതീക്ഷിച്ചിരുന്നു തൻ്റെ മകളും തിരിച്ചു വരും എന്നുള്ളത്. എന്നാൽ ആ അമ്മ കണ്ടത് ചിന്നിച്ചിതറിയ മകളുടെ മൃതശരീരമായിരുന്നു. ചിക്കമംഗളൂരുവിൽ ട്രക്കിങ്ങിനിടെ മരിച്ച പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശി ശ്രീനന്ദയുടെ മരണത്തിൽ ദുരൂഹത എന്ന ബന്ധുക്കൾ ആവർത്തിക്കുമ്പോൾ ശ്രീനന്ദ വെള്ളച്ചാട്ടം കണ്ട ശേഷം പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തിയിരുന്നു. മൃതദേഹം കിട്ടിയ ചെരിവ് ഗ്രൗണ്ടിന്റെ മറുവശമാണ്. ആ ഭാഗത്തേക്ക് കുട്ടി പോയിട്ടില്ല. കാണാതായത് വ്യൂ പോയിന്റിൽ നിന്നുമാണ്. മൃതദേഹം കിട്ടിയ ഇടത്ത് ഇന്നലെയും തിരച്ചിൽ നടത്തിയിരുന്നു. ശ്രീനന്ദ ചെറിയ സ്വർണ്ണമോതിരം ധരിച്ചിരുന്നു. മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. 4ാം ദിവസം ഊർജിതമായ തിരച്ചിൽ തുടരുന്ന ഇന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ബാബ ബുധനഗിരിക്ക് താഴെ ഹർഷന ഗുപ്പയിൽ 1500 അടി താഴ്ചയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് കണ്ടെത്തിയത്. മൃതദേഹത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ സത്യത്തിൽ നമുക്ക് കണ്ടു നിൽക്കാൻ പോലും കഴിയില്ല. മൃതദേഹം ശ്രീനന്ദയുടേതാണ് എന്ന് പാലക്കാട് SI സുനിൽ സ്ഥിരീകരിച്ചു. 4 ദിവസം മുമ്പായിരുന്നു പെൺകുട്ടിയെ കാണാതായത്. 200 അംഗ സംഘത്തിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ ഊർജിതമായി തുടരുന്നതിനിടയിലാണ് മൃതദേഹം കിട്ടിയത്. തെർമൽ ക്യാമറകളും തെരച്ചിലിനായി ഉപയോഗിച്ചിരുന്നു. കാണാതായ ദിവസം വന്ന വാഹനങ്ങളെക്കുറിച്ചും അന്വേഷണം നടന്നിരുന്നു. കേരള പോലീസും തെരച്ചിലിൽ പങ്കെടുത്തിട്ടുണ്ട്. ബാബ ബുധൻഗിരിയിൽ വെച്ചാണ് 14-കാരിയെ 4 ദിവസം മുൻപ് കാണാതായത്. കുടുംബം ഉൾപ്പെട്ട ഈ 40 അംഗ സംഘത്തിലായിരുന്നു പാലക്കാട്ടുകാരിയായ പെൺകുട്ടി ഉണ്ടായിരുന്നത്. ശ്രീനന്ദയെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി എന്ന സംശയമുണ്ടെന്നും കുടുംബം പ്രതികരിച്ചിരുന്നു. ആ വഴിയിൽ CCTV ഇല്ല. CCTV ഉള്ളത് 15 കിലോമീറ്റർ ദൂരെയാണ് എന്നും കുട്ടിയെ കാണാതായത് 6 മിനിറ്റിനുള്ളിലാണ് എന്നും ശ്രീനന്ദയുടെ ചെറിയച്ഛൻ പ്രതികരിച്ചു. പ്രദേശത്ത് നിരവധി ഭിക്ഷക്കാരും തെരുവിൽ ഇറങ്ങുന്നവരും ഉണ്ടായിരുന്നു. അവരറിയാതെ സംഭവിക്കില്ല. പക്ഷേ പോലീസ് അവയൊന്നും ചോദ്യം ചെയ്യുന്നില്ല. പുറത്തുനിന്ന് വന്ന് തട്ടിക്കൊണ്ടു പോകാനാകില്ല എന്നും അജിത്ത് വെളിപ്പെടുത്തി. ഈ സ്ഥലം വ്യൂ പോയിന്റിന്റെയും അപകട സ്ഥലമല്ല എന്നും പ്രദേശവാസി ജോൺ പറയുന്നു. വിനോദയാത്രയ്ക്കിടെ ചിക്കമംഗളൂരിൽ ഈ മാണിക്യധാര വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ പോയിന്റിന് സമീപമാണ് ഇവരെ കാണാതായത്. പോലീസും വനംവകുപ്പും ദുരന്ത നിവാരണ സേനയും ചേർന്ന് നടത്തുന്ന തെരച്ചിലിൽ ഡോഗ് സ്ക്വാഡ് അടക്കമുള്ളവ ഉണ്ടായിരുന്നു. ഡ്രോൺ ക്യാമറകളും വിന്യസിച്ചിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിൽ വീണെന്ന സംശയം ഉയർന്നെങ്കിലും തെരച്ചിലിന് ശേഷം പോലീസ് സാധ്യത തള്ളി. ചൊവ്വാഴ്ച വൈകിട്ട് മറ്റ് 2 കുട്ടികൾക്കൊപ്പം ശ്രീനന്ദ ഫോട്ടോ എടുത്തിരുന്നു. സംഘം തിരിച്ചിറങ്ങുന്നതിനിടയിലാണ് ഒരാളെ കാണാനില്ലെന്ന വിവരം അറിയുന്നത്. ശ്രീനന്ദയ്ക്കൊപ്പം എത്തിയ 40 അംഗ സംഘത്തിലെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഉൾപ്പെടെ 15 പേർ അന്വേഷണ സംഘത്തെ സഹായിക്കാൻ സ്ഥലത്ത് തന്നെ തങ്ങിയിരുന്നു. എന്തായാലും ആ ചിത്രം കണ്ട അമ്മ വല്ലാതെ വിതുമ്പുകയാണ്, പൊട്ടിക്കരയുകയാണ്. തീർച്ചയായിട്ടും റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാർ അദ്ദേഹത്തിനൊരു നിരീക്ഷണം പങ്കുവച്ചിരുന്നു. ഈ ഇത്തരത്തിലുള്ള ട്രക്കിങ്ങിനും ഇത്തരത്തിലുള്ള പ്രദേശങ്ങളൊക്കെ പോകുമ്പോൾ വളരെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. എന്തിനാണ് ഇത്തരം പ്രദേശങ്ങൾ നിങ്ങൾ കുട്ടികളുമായൊക്കെ തന്നെ പോകുന്നത്? നിരവധി ആളുകൾ അവിടെ ചെന്ന് ഇത്തരത്തിൽ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സ്കൂളിലെ ടൂർ പോകുന്നത് ബാംഗ്ലൂരിലും മൈസൂരിലും ഹൈദരാബാദിലും എന്നൊക്കെ പറഞ്ഞ് 3, 4, 5 ദിവസങ്ങൾ പോകുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടം കാണുമ്പോൾ കുട്ടികളെ എല്ലാവരും അവിടെ ഇറക്കുന്നു. അങ്ങനെ എത്ര കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെടുന്നു. അങ്ങനെ നമ്മുടെ തൊട്ടടുത്ത് കാണാൻ കഴിയുന്ന വളരെ സേഫായ സ്ഥലങ്ങളുണ്ടല്ലോ. എന്തിനാണ് അന്യ നാടുകളിൽ പോയി ഇത്തരം സാഹസികത നിറഞ്ഞ സ്ഥലങ്ങളിൽ പോയി ഇപ്പോൾ വളരെ ചെറിയൊരു കുട്ടി 10ാം ക്ലാസ് പരീക്ഷ എഴുതി ജയിച്ചു നിൽക്കുന്ന ആ കുട്ടി മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നില്ലേ എന്നുള്ളത്. സംഭവങ്ങൾ നടന്നു കഴിയുമ്പോൾ, ദുരിതങ്ങൾ ഉണ്ടായിക്കഴിയുമ്പോൾ മാത്രമേ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ, വേദനിക്കുകയുള്ളൂ. ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ പലർക്കും ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ പറയുന്നത് നമുക്കൊന്ന് തലമൊന്ന് കേട്ടു നോക്കാം. അതെ, ഇപ്പം വീട്ടുകാർ 41 പേരാണ് ഈ സംഘം പാലക്കാട്ടിൽ നിന്ന് അവരെ കടമ്പഴിപ്പുറത്ത് നിന്ന് പോയത്. അതിനകത്ത് ഏകദേശം 10-25 പേരോളം തിരിച്ചു വന്ന് 15 പേര് അവിടെ ഉണ്ട്. അപ്പോൾ ഇതിനകത്തൊരു 2 കുട്ടികൾ ഈ പെങ്കൊച്ചും അവർ സെൽഫി എടുത്തിട്ടുണ്ട്. ഈ 5:20-നും 5:30-നും ഇടയ്ക്ക്. ആ സെൽഫിയുടെ പടമൊക്കെ ആ കൊച്ചിൻ്റെ TV ഞാൻ കണ്ടു. അപ്പം കൂടെയുള്ള പെൺകുട്ടികൾ അവിടെ നിന്നാണല്ലോ മിസ്സായി. അതിന് ശേഷം എന്ത് സംഭവിച്ചെന്ന് ആ കുട്ടികൾക്കറിയാം.
അവരെങ്ങോട്ട് പോയി, ഈ കുട്ടി എങ്ങോട്ട് പോയി? ഇനി സെൽഫി എടുക്കുന്ന സമയത്ത് വല്ല അപകടം ഉണ്ടായോ? അവർ പറയാത്തതാണോ? കുട്ടികളല്ലേ. അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അവിടെ മുതൽ എലിമിനേറ്റ് ചെയ്യണം. അത് തന്നെയല്ലേ ഇത്. അവിടുത്തെ പോലീസിന് നമ്മൾ ഈ വിവരങ്ങൾ, നമ്മൾ അറിയുന്ന വിവരം അങ്ങോട്ട് കൊടുക്കണം. അല്ലാതെ അവർ ഈ പറയുന്ന ഒരു ഇൻ്റലിജൻ്റ് ആയിട്ട് മൂവ് ചെയ്യുമെന്ന് പറയുന്നത്. ഇതുപോലെ ധാരാളം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളായിരിക്കാം. ഇതിനു മുമ്പ് ഇങ്ങനെ വീണിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ കുട്ടിയുടെ ആ ബോഡിയുടെ പഴക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ദിവസം ഇവർ കൊണ്ടുപോയി തട്ടിക്കൊണ്ട് പോയിട്ട്, കാരണം അവിടെ നിന്ന് കുറച്ച് വണ്ടികളെല്ലാം ഗ്രൗണ്ടിൽ നിന്ന് പെട്ടെന്ന് പോയെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം ഗ്രൗണ്ടിൽ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് പണം വാങ്ങിച്ചിട്ടായിരിക്കും. അതുകൊണ്ട് വണ്ടിയുടെ നമ്പരെങ്കിലും ലഭിക്കുമായിരിക്കും. പലരും അവിടെ നിന്ന് വിട്ടുപോകുന്നത് കണ്ടു. അതെന്താ അങ്ങനെയെന്ന്, അതൊക്കെ ഒരു അൺയൂഷ്വലായിട്ടുള്ള മൂവ്മെൻ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഏതായാലും ഈ 3 കുട്ടികളെ ഒന്നിച്ച് നിന്ന സമയത്തെടുത്ത സെൽഫിയും അതുമായിട്ട് ബന്ധപ്പെട്ട് അവരെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യണം. അത് അവിടുത്തെ പോലീസിന് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഇവിടുന്ന് പോയ 10-15 പേർ അവിടെയുണ്ട്. അവർ ആ കൊച്ചുങ്ങളെടുത്ത് ചോദിക്കണം എന്താണ് നടന്നത്, എങ്ങോട്ട് പോയി, ഇവർ പോയപ്പോൾ ആ കൊച്ചു എവിടെ നിൽക്കുകയായിരുന്നു, ആ കുട്ടിയുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ, മറ്റ് ഈ ടൂറിസ്റ്റുകളായിട്ട് വന്നവരാരെങ്കിലും സംസാരിക്കാൻ ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ടോ, ഇവരെ 3 പേരെ ഇരിക്കുന്ന ആരെയിലാണ് ആ മൊബൈൽ ഫോണ്. അത് 10-15 വയസ്സുള്ള കുട്ടികളുടെ കൈ മൊബൈൽ ഫോൺ സാധാരണഗതിയിൽ കാണാൻ പാടില്ലല്ലോ. അപ്പോൾ ആരാണ് ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ചത്? ആ സമയത്ത് എന്തെങ്കിലും അപകടം ഉണ്ടായോ? ഉണ്ടെങ്കിൽ ഇവിടെ അല്ലല്ലോ വീഴേണ്ടത്. ബാബാ ബുദൻഗിരിയിലാണ് കുട്ടിയുടെ മൃതദേഹം ഇപ്പം കണ്ടെത്തിയിരിക്കുന്നത്. ആ സ്ഥലത്തേക്ക് ഇവരാരും പോകേണ്ട ഒരു ആവശ്യമില്ല. അതിൻ്റെ മുകളിൽ നിന്ന് വീഴുന്ന വീഴ്ചയിലാണ് അവിടെ വീണെങ്കിൽ അവിടെ വരെ കുട്ടി എങ്ങനെ പോയി? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൃതദേഹത്തിൻ്റെ പഴക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 70 മണിക്കൂറോളം 72 മണിക്കൂറോളം ഇനിയിപ്പോൾ അവിടുന്ന് താഴേന്ന് ആ ഗ്രാമത്തിലിറങ്ങി അവിടുന്ന് ഈ കുട്ടിയുടെ മൃതദേഹം കൊണ്ടുവന്ന് വേണം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ. അപ്പം തന്നെ ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കുകയോ ഇല്ലയോ എന്ന് തന്നെ സംശയമുണ്ട്. കാരണം ഇന്ന് അവിടുന്ന് കയറ്റിക്കൊണ്ട് ഇത് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അത് സമയമെടുക്കും, രാത്രിയാവും. അതുകൊണ്ട് നാളെ പോസ്റ്റ്മോർട്ടം നടക്കാനുള്ള സാധ്യതയും വളരെ ഞാൻ കാണുന്നുള്ളൂ. അപ്പം നാളെയൊക്കെ ആയി കഴിയുമ്പോൾ ഏകദേശം 10-78 മണിക്കൂർ അതിലോട്ട് 78-80 മണിക്കൂറിലേക്ക് പഴക്കമായി പോകും. അപ്പോൾ അതുകൊണ്ട് ഈ പോസ്റ്റ്മോർട്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും കുട്ടിക്ക് സംഭവിച്ചെന്ന് കണ്ടെത്താനൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതെ, ഞാനത് പലയിടത്തും പറയും, പലർക്കും അത് പിടിക്കില്ല. എല്ലാവർക്കും ഈ സഞ്ചാരത്തിലേക്കാണ് ഇവിടുത്തെ മലയാളികളെല്ലാം. കുട്ടികളൊക്കെ ആയിട്ട് അങ്ങ് പോവുകയാണ്. അതിനകത്തുള്ള റിസ്ക് ഒരു അംഗത്തിനെ നഷ്ടപ്പെട്ടു ഇപ്പോൾ ഇവിടെ. നേരത്തെ ഒരു കുട്ടിയെ നമ്മളറിയാമല്ലോ, വനത്തിൽ പോയി 4 ദിവസം ഉണ്ട്. അതിനകത്ത് ഒത്തിരി കോൺട്രവേഴ്ഷ്യലായ കാര്യങ്ങൾ വരുന്നുണ്ട്. അവർ വേറെ ചിലരുടെ കൂടെ പോയതാണെന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. കഴിവുള്ളിടത്തോളം ഇതുപോലെയുള്ള എക്സ്പീരിയൻഷ്യസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും പോകരുത്. പറഞ്ഞാൽ പലർക്കും പിടിക്കത്തില്ല. കഴിവുള്ളിടത്തോളം പോകരുത്. നമ്മുടെ നാട്ടിൻപ്രദേശമുള്ള സ്ഥലങ്ങളിലൊക്കെ 3, 4, 5 ദിവസമൊക്കെ പോയി അവിടെ ഇവിടെയൊക്കെ കിടന്ന്, അത് 4 ദിവസം കൊണ്ട് അവിടെ കിടന്നു 41 പേര് പോയതാണ്. ഇതൊക്കെ റിസ്ക്കിയാണ്. പല ആൾക്കാർക്ക് അപകടം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഇവിടുന്ന് സ്കൂളുകളിൽ നിന്നൊക്കെ ബാംഗ്ലൂർ മറ്റിടത്ത് മറിച്ചൊക്കെ പോയിട്ട് 2ാം ദിവസം 3ാം ദിവസമാണ് വരുന്നത്. ആ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു വെള്ളച്ചാട്ടമോ അല്ലെങ്കിൽ ഒരു നദിയോ കണ്ട് അവിടെ ഇറങ്ങി കുട്ടികൾ കുഴിച്ചിട്ട് എത്ര പേര് മരിച്ചിരിക്കുന്നു. ഈ പോകുന്ന വഴിക്ക് എത്ര കുട്ടികൾ മരിച്ചിരിക്കുന്നു. അപ്പോൾ മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തിനെ നഷ്ടപ്പെടുകയാണ്. ഈ ഒരു കുട്ടിയെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ചെന്ന് നഷ്ടപ്പെടുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം അതിനെ തിരിച്ചു കിട്ടുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഇന്നലെ അപകടം മണക്കുന്നല്ലോ എന്ന് എനിക്ക് തോന്നിയിരുന്നു. കാരണം ഇന്നലെ ആ വാർത്തകളെല്ലാം കണ്ടപ്പം പക്ഷെ അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് മാതാപിതാക്കൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവരുടെ കൈവിട്ട് കുട്ടികൾ പോകും. കൊച്ചുങ്ങളല്ലേ, 10-15 വയസ്സുള്ള കുട്ടികൾ ഈ ഒരു പ്രായത്തിൽ നമ്മുടെ കൺട്രോളിൽ നിൽക്കില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും പോയി സെലക്ട് ചെയ്യരുത്. അപകടം ഉണ്ടാവും നമുക്ക്. അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളും വളരെയധികം ആൾക്കാർ ഇത് ഇന്ത്യ മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. ഹിമാലയൻ പ്രദേശത്തൊക്കെ പോകേണ്ടവർ, ആരോഗ്യമുള്ളവരൊക്കെ പോട്ടെ. അവിടെ എന്ത് റിസ്ക് ഉണ്ടായി അവിടെ ചെന്ന് പല ആൾക്കാരും അവിടെ ചെന്ന് ആ ഹിമാലയത്തിലെ അവിടുത്തെ പല സ്ഥലങ്ങളിലും അവിടുത്തെ മലകളെല്ലാം ഉരുണ്ട് വീണും മഞ്ഞിൻ്റെ പ്രശ്നം ഉണ്ടായി ഒത്തിരി പേര് മലയാളികൾ ധാരാളം മരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഓരോ ഗ്രൂപ്പിൽ നിന്ന് 1 വഴി നഷ്ടപ്പെടുന്നുണ്ട് ജീവൻ പലർക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള എക്സ്പെഡീഷനൊക്കെ പോകുന്നത് റിസ്ക്കാണ്. പ്രത്യേകിച്ച് ഒരു കൂട്ടം ജനങ്ങൾ ഒന്നിച്ച് പോകുമ്പോൾ പലരും മിസ്സാകും. ഏതായാലും എല്ലാവർക്കും ഒരു പാഠമായിട്ട് നമുക്ക് സുന്ദരിയായ മിടുക്കിയായ 10ാം ക്ലാസ് എഴുതിയ ഒരു കൊച്ചിനെ നമുക്ക് നഷ്ടപ്പെട്ടു കാണുന്നത്. ആ സങ്കടത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ.